കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LDC, LPUP, LGS എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മുൻവർഷ ചോദ്യ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൗമ്യ സ്വാമിനാഥൻ. 2019 മുതൽ 2022 വരെ ആയിരുന്നു ഇവർ സ്ഥാനം വഹിച്ചിരുന്നത്. WHO ഫുൾ ഫോം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. 1948 ഏപ്രിൽ 7-നാണ് WHO രൂപം കൊണ്ടത്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5+2+4+4. ക്വസ്റ്റ്യൻ നമ്പർ 3. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചെങ്കോട്ട. 500 രൂപയിൽ കാണുന്ന ചിത്രമാണ് ചെങ്കോട്ട. സാഞ്ചി സ്തൂപം എത്ര രൂപയിലാണ് കാണുന്നത്? 200 രൂപയിൽ. 200 രൂപയിൽ കാണുന്ന ചിത്രമാണ് സാഞ്ചി സ്തൂപം. 2000 രൂപയിൽ കാണുന്ന ചിത്രമാണ് മംഗൾയാൻ. 50 രൂപയിൽ കാണുന്ന ചിത്രമാണ് ഹംപി. 100 രൂപയിൽ ഏതാണ് കാണുന്നത്? റാണി കി വാവ്. ക്വസ്റ്റ്യൻ നമ്പർ 4. 2024 ഒളിമ്പിക്സ് വേദി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാരീസ്. 2020 ഒളിമ്പിക്സ് 2021 നടന്നത്. 2020 ഒളിമ്പിക്സിന്റെ വേദി ടോക്കിയോ ആയിരുന്നു. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ്. 2028 ഒളിമ്പിക്സിന്റെ വേദിയാണ് റിയോ ഡി ജനീറോ. ക്വസ്റ്റ്യൻ നമ്പർ 5. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മൃതസഞ്ജീവിനി. ക്വസ്റ്റ്യൻ നമ്പർ 6. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 21. ഫെബ്രുവരി 12 ഡാർവിൻ ദിനമാണ്. അതേപോലെ മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഭരണതലത്തിലും ഔദ്യോഗിക തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 8. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇംഗ്ലണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നമുക്ക് പ്രസ്താവനകൾ കൂടി നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന അതായത് നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രധാനമന്ത്രി ആവാസ് യോജന. ക്വസ്റ്റ്യൻ നമ്പർ 11. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കുഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സിവാലിക്. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലായി കാണുന്ന ഭാഗമാണ് ഹിമാദ്രി. അതിന് തൊട്ടു താഴെയായി ഹിമാചൽ, അതിന് തൊട്ടു താഴെയായി സിവാലിക്. തെക്കുഭാഗം എന്ന് പറയുമ്പം താഴ്ഭാഗമായിട്ട് വരും. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ക്വസ്റ്റ്യൻ നമ്പർ 12.
ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നാഗ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 15. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കാവേരി. ക്വസ്റ്റ്യൻ നമ്പർ 16. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് പറയുന്നു, കറുത്ത മണ്ണിനെ റിഗർ എന്ന് പറയുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കൂടുതലാണ്. അതേപോലെ എക്കൽ മണ്ണിന് ബലഭൂയിഷ്ടി കുറവാണ്. അതും തെറ്റാണ്. എക്കൽ മണ്ണിന് ബലഭൂയിഷ്ടി കൂടുതലാണ്. പുതിയ എക്കൽ മണ്ണുകളെ ഖാദർ എന്ന് പറയുന്നെങ്കിൽ പഴയ എക്കൽ മണ്ണിനെ എന്താണ് പറയുന്നത്? പങ്കർ എന്ന് പറയുന്നു. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കൊൽക്കത്ത. ക്വസ്റ്റ്യൻ നമ്പർ 18. 3 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി കനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 20. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗുജറാത്ത്. എങ്കിൽ പരുത്തി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം തെലങ്കാന. ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആന. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 42. 1976 42ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2005. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ? 2-3 വർഷം ഓർത്തിരിക്കാനുള്ള കോഡൊക്കെ ഞാനത് പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭാഗം 3. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 24. ക്വസ്റ്റ്യൻ നമ്പർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അരുൺ കുമാർ മിശ്ര. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ആദ്യത്തെ ആരാണ്? ആദ്യത്തെ രംഗനാഥ മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം. ചോദിച്ചിട്ടുണ്ട്. പിംഗലി വെങ്കയ്യയുടെ സ്വദേശം ചോദിച്ചിട്ടുണ്ട്, ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വത്തവകാശം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതുമായി അനുബന്ധിച്ച് വരാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 31. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 32.
നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. ക്വസ്റ്റ്യൻ നമ്പർ 33. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വച്ച് ഉപ്പു കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1930 ഏപ്രിൽ 6. ക്വസ്റ്റ്യൻ നമ്പർ 34. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അരുണ ആസിഫ് അലി. ക്വസ്റ്റ്യൻ നമ്പർ 36. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, റാണി ഗൈഡിലിയു. ക്വസ്റ്റ്യൻ നമ്പർ 37. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, BR അംബേദ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 38. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, റൗലറ്റ് നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 39. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 40. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഉദ്ധം സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 41. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കാസർഗോഡ്. ക്വസ്റ്റ്യൻ നമ്പർ 42. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പാലക്കാട്. ക്വസ്റ്റ്യൻ നമ്പർ 43. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വേമ്പനാട് കായൽ. ക്വസ്റ്റ്യൻ നമ്പർ 44. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പാമ്പാർ. 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വരുന്നുണ്ട് കിഴക്കോട്ടുള്ള നദികളെ കുറിച്ചിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 45. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 46. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മലമുഴക്കി വേഴാമ്പൽ. ക്വസ്റ്റ്യൻ നമ്പർ 47. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, തീരപ്രദേശം. തീരപ്രദേശം നെയ്തൽ എന്ന പേരിലും അതേപോലെ പുൽമേടുകൾ മുല്ലൈ എന്ന പേരിലും പർവ്വത പ്രദേശം അല്ലെങ്കിൽ മലയോരങ്ങള് കുറിഞ്ഞി എന്ന പേരിലും വരണ്ട പ്രദേശങ്ങൾ പാല എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 48. കൊടുങ്ങരം പള്ളമ്പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അട്ടപ്പാടി. ഒരു കാലത്ത് നശിച്ചു പോയതും ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പുഴയാണ് കൊടുങ്ങരം പള്ളമ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 49. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആലപ്പുഴ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കറന്റ് അഫയേഴ്സ് എന്താണ് ഇപ്പോൾ വരുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നു ഏത്? പാലക്കാട്. എന്നാൽ നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. എറണാകുളം ജില്ലയുടെ കുറച്ച് ഭാഗം കൂടി ഇപ്പോൾ ഇടുക്കിയുമായി കൂട്ടിച്ചേർത്തപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വീണ്ടും ഏതായി? ഇടുക്കിയായി. ക്വസ്റ്റ്യൻ നമ്പർ 50. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, OM നമ്പ്യാർ. ക്വസ്റ്റ്യൻ നമ്പർ 51. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 52. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വൈകുണ്ഠസ്വാമികൾ. ക്വസ്റ്റ്യൻ നമ്പർ 53. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 54.
സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൾ ഖാദർ മൗലവി. ക്വസ്റ്റ്യൻ നമ്പർ 55. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 56. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വക്കം അബ്ദുൾ ഖാദർ. ഇവിടെ ശ്രദ്ധിക്കണം, വക്കം അബ്ദുൾ ഖാദർ മൗലവി അല്ല, വക്കം അബ്ദുൾ ഖാദർ. ക്വസ്റ്റ്യൻ നമ്പർ 58. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. ക്വസ്റ്റ്യൻ നമ്പർ 59. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് VT ഭട്ടതിരിപ്പാട്. ക്വസ്റ്റ്യൻ നമ്പർ 60. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്: ആദിഭാഷ, പ്രാചീന മലയാളം, നിജാനന്ദ വിലാസം. ക്വസ്റ്റ്യൻ നമ്പർ 61. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻസുലിൻ. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ക്വസ്റ്റ്യൻ നമ്പർ 62. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി O ഗ്രൂപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 63. വൈഡൽ ടെസ്റ്റ് ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടൈഫോയിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 64. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികൾ ഉണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 24. ക്വസ്റ്റ്യൻ നമ്പർ 65. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജീവകം ഡി. ക്വസ്റ്റ്യൻ നമ്പർ 66. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 6.5 മുതൽ 7.5 വരെ. നമുക്കറിയാം ന്യൂട്രൽ pH ആയിട്ടുള്ള വെള്ളത്തിന്റെ pH എത്രയാണ്? 7 ആണ്. അതാണ് യഥാർത്ഥത്തിൽ കുടിവെള്ളം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചാൽ 6.5 മുതൽ 7.5 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 67. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ എന്ന് വെച്ചാൽ അത് താമസിക്കാൻ വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അതായത് ഓർക്കിഡ്, മരവാഴ പോലെയുള്ള സസ്യങ്ങളാണ് ഇതിൽ വരുന്നത്. എങ്കിൽ പരാത സസ്യങ്ങളാണെങ്കിൽ താമസിക്കാനും ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ആഹാരത്തിന് വേണ്ടിയിട്ടും മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ശബോവ ജീവികൾ എന്ന് വെച്ചാൽ ജൈവാവശിഷ്ടങ്ങൾ ആഹാരമായിട്ട് ഉപയോഗിച്ച് ജീവിക്കുന്ന ജീവികളാണ് ശബോവ ജീവികൾ. ആരോഗ്യങ്ങൾ എന്ന് വെച്ചാൽ തണ്ടിന് അധികം കനമില്ലാത്ത സസ്യങ്ങളും, എങ്കിൽ ഇത് മറ്റുള്ളിടത്ത് പടർന്നു കയറാൻ വേണ്ടി ഇത്തരത്തിലുള്ള സസ്യങ്ങളിൽ എന്ത് കാണും? പ്രധാനങ്ങൾ, അതായത് സ്പ്രിങ് പോലെയുള്ള സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേരുകൾ, പറ്റുവേരുകൾ എന്ന് പറയും. ഇങ്ങനെയുള്ള വേരുകളോ കാണുന്ന സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 68. പൂകാണ്ഡത്തിന് ഉദാഹരണമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ്. ബാക്കിയെല്ലാം ഏതാണ്? വേരാണ്. വേര് രൂപാന്തരപ്പെട്ടിട്ടാണ് ബാക്കിയുള്ള മരച്ചീനി ആണെങ്കിലും മധുരക്കിഴങ്ങാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും വേര് രൂപാന്തരപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്. എങ്കിൽ ഉരുളക്കിഴങ്ങാണെങ്കിൽ കാണ്ഡം രൂപാന്തരപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്. എങ്കിൽ ഉരുളക്കിഴങ്ങാണെങ്കിൽ കാണ്ഡം രൂപാന്തരപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 69. പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹരിത. ലോല, ജ്യോതിക, മാലിക തുടങ്ങിയവ പയറിന്റെ സങ്കരവർഗ്ഗങ്ങളാണ്. എങ്കിൽ ഹരിത എന്താണ്? വഴുതനയുടെ സങ്കര ഇനമാണ് ഹരിത. ക്വസ്റ്റ്യൻ നമ്പർ 70. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്.
ഈ ചന്ദ്രയിൽ നിന്ന് നമ്മൾക്ക് ചാ വെച്ചിട്ട് ചാവക്കാട് ഓറഞ്ച് എന്ന് കിട്ടും. പിന്നെ വെസ്റ്റ് കോസ്റ്റ് ടോള്, അന്നേരം ശങ്കരൻ നല്ല ഉയരമുള്ള ഒരാള്, നല്ല ടോളായിരുന്നു ഓർത്താൽ മതി. അപ്പോൾ ചന്ദ്രശങ്കരൻ നമുക്ക് കിട്ടും. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ഇതെല്ലാം SCERT ആണേ. ക്വസ്റ്റ്യൻ നമ്പർ 71. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 4 എന്നിവ. അതായത് 2, 4 എന്നിവയാണ് ഐസോടോപ്പുകൾ. എന്താണ് ഐസോടോപ്പുകൾ? ഒരേ അറ്റോമിക നമ്പറുകളും വ്യത്യസ്ത മാസ് നമ്പറുകളുമുള്ള മൂലകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, 1H2, 1H3. ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് അറ്റോമിക നമ്പർ. 1 കൊടുത്തേക്കുന്നതാണ് അറ്റോമിക നമ്പർ. ഇങ്ങനെ ഒരേ അറ്റോമിക നമ്പരും മാസ് നമ്പർ വ്യത്യാസം അല്ലേ? 1ന്റെ 2ഉം 1ന്റെ 3ഉമാണ്. മാസ് നമ്പർ വ്യത്യാസവും ആകുമ്പോഴാണ് എന്ത് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിലും കണ്ടോ, 2ന്റെ അറ്റോമിക നമ്പർ 6 ആണ്. മാസ് നമ്പർ എന്ന വ്യത്യാസമുണ്ട്, 12ഉം 13ഉമാണ്. ഇങ്ങനെയുള്ള മൂലകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഐസോബാറുകളാണെങ്കിൽ എന്ത് വരും? അറ്റോമിക നമ്പർ വ്യത്യാസമായിരിക്കും, മാസ് നമ്പറുകൾ തുല്യമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 72. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അലൂമിനിയം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അയിരുകളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 73. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മോസ്ലി. നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? മോസ്ലി ആണ്. മോസ്ലി ആണ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമപ്പെടുത്തിയത്. എങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്നത് മെൻഡലീഫ് ആണ്. മെൻഡലീഫ് മാസ് നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ ക്രമപ്പെടുത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 74. ഒരു ജല തന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 3. അതായത് ഒരു ജല തന്മാത്ര എന്ന് പറയുന്നത് എന്താണ്? H2O ആണ് ഒരു ജല തന്മാത്ര. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളും ഓക്സിജന്റെ 1 ആറ്റവുമാണ് ഉള്ളത്. അങ്ങനെ ഒരു ജല തന്മാത്രയിൽ ആകെ 3 ആറ്റങ്ങളാണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 75. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് NaHCO3. സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് ബേക്കിംഗ് സോഡയുടെ രാസനാമം. Na2CO3 എന്താണ്? ഇത് വാഷിംഗ് സോഡയാണ്, സോഡിയം കാർബണേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് mL/2 T/-2. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് ഇടാം. ക്വസ്റ്റ്യൻ നമ്പർ 77. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 212 ഫാരൻഹീറ്റ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 78. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ജലം. വിശിഷ്ട താപധാരിത എന്താണ്? 1 കിലോഗ്രാം വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെയാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് ആണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 79. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗുരുത്വബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വബലം. എങ്കിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും ശക്തി കൂടിയ ബലം. ക്വസ്റ്റ്യൻ നമ്പർ 80. മനുഷ്യന്റെ ശ്രവണ പരിധി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇതിനകത്ത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് കൊടുത്തിരിക്കുന്നത്. ചിലതിനകത്ത് എന്ത് കൊടുക്കും? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്നും കൊടുക്കും. ഇവിടെ കിലോ ഹെർട്സ് കൊടുത്തിട്ടില്ല. അതേപോലെ 20 ഹെർട്സ് മുതൽ നമ്മൾ സാധാരണ പഠിക്കാറുള്ളത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ എന്നാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് എന്ന ഓപ്ഷന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ യൂണിറ്റ് നന്നായിട്ട് നോക്കിയിട്ട് വേണം എഴുതാൻ. താങ്ക് യു.